ടോണർ നമ്മൾ ക്ലെൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്തിട്ട് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ടോണർ. ഞാൻ പറയുന്നത് ടോണർ യൂസ് ചെയ്യുന്ന ഒരാളുടെ സ്കിന്ന് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കും. ഡെയിലി സ്കിൻ കെയർ ചെയ്യുമ്പോൾ ടോണർ മസ്റ്റ് ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ടോണർ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ടോണി മോളിന്റെ റൈസ് വാട്ടർ ടോണർ. അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞി സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, കൈ വെച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പോസ് ഒക്കെ ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പം നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് മോയ്സ്ചറൈസറോ മേക്കപ്പ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പോസിൻ്റെ അകത്ത് അത് ഡംപായി പോസ് എൻലാർജ് ആയി നമ്മുടെ പിമ്പിൾസ് വരാനും അതുപോലെ തന്നെ ക്ലോഗ്സ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ടോണർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ക്ലെൻസർ ചെയ്തിട്ടും പോവാത്ത ഡേർട്സ് റിമൂവ് ആകുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ പോസ് ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന പ്രോഡക്റ്റ് ഒന്നും നമ്മുടെ പോസിൻ്റെ അകത്തേക്ക് പോവുക അല്ലെങ്കിൽ പിമ്പിൾസ് വരും ചെയ്യത്തില്ല. അതാണ് നമ്മുടെ ടോണർ ചെയ്യുന്ന ഡ്യൂട്ടി. ഡെയിലി ടോണർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ അതനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവും. നമ്മളത് യൂസ് ചെയ്താലാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം ചെറുതാണെങ്കിലും ഒരു ടോണർ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഏതെങ്കിലും ഒരു ടോണർ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടോണറാണ് റൈസ് വാട്ടറിൻ്റെ ടോണി മോളിനാണ്. ഇത് കൊറിയൻ സ്കിൻ കെയർ ആണ്, കുറച്ചും കൂടി എഫക്റ്റീവ് ഉണ്ട്, സ്കിന്നിൽ കുറച്ചും കൂടി ഒന്നൊന്ന് ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്തോ, ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ബൈ ബൈ.